സഖാവല്ല ജി സുധാകരൻ. സംസ്ഥാന സെക്രട്ടറി നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചിന്തിക്കും. അല്ല, അദ്ദേഹം അത് ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതായത് സംസ്ഥാന സെക്രട്ടറി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നതിനപ്പുറം ചിരിച്ചു എന്നതൊക്കെ, അവഹേളിച്ച് ഇൻസൾട്ട് ചെയ്ത് ചിരിച്ചു എന്നതൊക്കെയാണ്. എനിക്ക് അദ്ദേഹം അങ്ങനെ പറയും തോന്നുന്നില്ല. അതിന്റെ സാധ്യതകളൊന്നുമില്ല. അദ്ദേഹത്തെ പാർട്ടി എല്ലാ തരത്തിലും പരിഗണിച്ചിട്ടുണ്ടോ? പിന്നെന്താ, അദ്ദേഹം ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. യൂത്തിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം എൻ്റെ കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് കാലത്ത് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന സഖാവായിരിക്കില്ല അദ്ദേഹം. പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു പരിഹരിക്കുമോ? ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ നാടിനെ ശക്തിപ്പെടുത്തുന്ന ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഏത് പാർട്ടിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, നാടിന്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എല്ലാം വന്നെത്തുന്നത് ഒറ്റ പാർട്ടിയുടെ മുമ്പാകെയാണ്. നിങ്ങൾ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഒരു നാട്ടിലൊരു ഇലക്ട്രിക് ലൈൻ പോകുന്നില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, യാത്രാ സൗകര്യമില്ല, എവിടെയാ ജനങ്ങൾ പോയി പരാതി പറയുക? CPMന്റെ ഓഫീസിലാണ്. അവരാണ് നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പരാതികൾ. ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തന്നെ തീർക്കും. പ്രശ്നം അതിലൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകും. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് ജി സുധാകരൻ എന്ന് കരുതുന്നില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നതും ജി സുധാകരൻ തന്നെയാണ്. പാർട്ടി എല്ലാ സമയത്തും ജി സുധാകരനെ പരിഗണിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. പക്ഷേ ജി സുധാകരൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല.